രാവണ സഹോദരിയായ ശൂർപ്പണഖ മൂന്ന് ലോകങ്ങളും കീഴടക്കിയ രാവണന്റെയും കുംഭകർണന്റെയും വിഭീഷണന്റെയും ഒരേയൊരു സഹോദരി. ഈ ശൂർപ്പണഖ വിവാഹം കഴിച്ചതാരെ? ശൂർപ്പണഖയുടെ പതിക്ക് എന്ത് സംഭവിച്ചു? സഹോദരി ഭർത്താവിനെ രാവണൻ എന്തിനു വധിച്ചു? ശൂർപ്പണഖയുടെ പുത്രൻ ആരാണ്? ശൂർപ്പണഖയുടെ പുത്രൻ വധിക്കപ്പെട്ടതെങ്ങനെ? വിശദമായി അറിയുന്നതിനായി ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. രാവണന്റെ സഹോദരി ശൂർഭം അഥവാ മുറം പോലുള്ള നഖമുള്ളതിനാൽ ഇവൾക്ക് ശൂർപ്പണഖ എന്ന പേരുണ്ടായി. ബ്രഹ്മപുത്രനായ വിശ്രവസിന് കൈകസി എന്ന പത്നിയിൽ ഓരോ യാമം ഇടവിട്ട് 4 യാമങ്ങളിലായി 4 സന്താനങ്ങൾ പിറന്നു. അവരാണ് രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ. ശൂർപ്പണഖയ്ക്ക് പ്രായമായപ്പോൾ വിദ്യുജ്ജുഹ്വാൻ എന്ന രാക്ഷസനെ കൊണ്ട് രാവണൻ അവളെ വിവാഹം കഴിപ്പിച്ചു. വിദ്യുജ്ജുഹ്വാന്റെ മരണത്തെപ്പറ്റി വ്യത്യസ്തമായ പരാമർശങ്ങൾ കാണുവാൻ കഴിയും. രാവണൻ സ്വർലോകം കീഴടക്കുവാനായി പുറപ്പെട്ടപ്പോൾ വിദ്യുജ്ജുഹ്വാനും അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ഘോരമായ ദേവാസുര യുദ്ധത്തിൽ വിദ്യുജ്ജുഹ്വാൻ വധിക്കപ്പെട്ടു. എന്നാൽ മറ്റൊരു കഥയനുസരിച്ച് രാവണൻ ദിഗ്വിജയത്തിനായി പുറപ്പെട്ടപ്പോൾ സഹോദരിയുടെ പതിയായ വിദ്യുജ്ജുഹ്വാനെ ലങ്കയുടെ ഭരണമേൽപ്പിച്ചു. മായാവിദ്യയിലും ആയുധവിദ്യയിലും അതികേമനായ വിദ്യുജ്ജുഹ്വാൻ ലങ്കയിൽ ആധിപത്യം സ്ഥാപിച്ചു. ദിഗ്വിജയം കഴിഞ്ഞ് തിരികെ വന്ന രാവണൻ വിദ്യുജ്ജുഹ്വാന്റെ വിശ്വാസവഞ്ചനയിൽ കോപം പൂണ്ട് അദ്ദേഹത്തെ വധിച്ചു. മറ്റൊരു കഥയനുസരിച്ച് വിദ്യുജ്ജുഹ്വാന്റെ സഹോദരന്മാരായിരുന്നു കാലകേയന്മാർ. രാവണൻ ജൈത്രയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന ഘട്ടത്തിൽ കാലകേയന്മാരും രാവണനും തമ്മിൽ യുദ്ധമുണ്ടാകുകയും ആ പോരാട്ടത്തിൽ രാവണൻ കാലകേയരെ വധിക്കുകയും ചെയ്തു. സഹോദരന്മാരെ രാവണൻ വധിച്ചതറിഞ്ഞ വിദ്യുജ്ജുഹ്വാൻ രാവണനുമായി ഏറ്റുമുട്ടി. തുടർന്ന് നടന്ന ശക്തമായ പോരാട്ടത്തിൽ രാവണൻ വിദ്യുജ്ജുഹ്വാനെ വധിച്ചു. പതിയെ രാവണൻ വധിച്ചതറിഞ്ഞ ശൂർപ്പണഖ രാവണ സന്നിധിയിൽ ചെന്ന് അലമുറയിട്ട് കരഞ്ഞു. ഈ സമയം ശൂർപ്പണഖ വിദ്യുജ്ജുഹ്വാനിൽ നിന്ന് ഗർഭം ധരിച്ചിരുന്നു. സഹോദരിയുടെ കണ്ണീര് കണ്ട മനസ്സലിഞ്ഞ രാവണൻ അവളോട് ഇപ്രകാരം പറഞ്ഞു: ശൂർപ്പണഖേ, നീ ത്രിലോകങ്ങളിൽ സഞ്ചരിച്ച് ഇഷ്ടമുള്ള പുരുഷനെ വരിച്ചുകൊള്ളുക. എന്നെ ബന്ധുവായി ലഭിക്കാൻ ആഗ്രഹിക്കാത്തതാരാണ്? ഇണങ്ങുന്ന പുരുഷനുമായി നീ വിവാഹം നടത്തിക്കൊള്ളുക. ആരെങ്കിലും അപ്രിയം പറയുന്ന പക്ഷം വിവരം എന്നെ അറിയിക്കുക. ഞാൻ ഉടൻ വന്ന് അയാളെ നിന്റെ ഭർത്താവാക്കിത്തരാം. പിന്നീട് ശൂർപ്പണഖ ഒരാൺകുട്ടിക്ക് ജന്മം നൽകി. അവനായിരുന്നു ശംഭുകുമാരൻ. പിതാവായ വിദ്യുജ്ജുഹ്വാനെ പോലെ തന്നെ ശംഭുകുമാരനും മായാവിദ്യയിൽ അതികേമനായിരുന്നു. തന്റെ പിതാവിനെ വധിച്ച രാവണനോട് പകരം വീട്ടുന്നതിനായി ശംഭുകുമാരൻ ദണ്ഡകാരണ്യത്തിൽ ചെന്ന് മഹാദേവനെ തപസ് ചെയ്യുവാൻ തുടങ്ങി. വനവാസത്തിനിടയിൽ രാമനും ലക്ഷ്മണനും സീതാദേവിയും ദണ്ഡകാരണ്യത്തിലെത്തി. ഈ സമയം സുന്ദരിയായ സീതാദേവിയെ കണ്ട് മോഹിച്ച ശംഭുകുമാരൻ ഒരു വൃക്ഷത്തിന്റെ രൂപത്തിൽ വേഷം മാറി നിന്നു. പഞ്ചവടിയിലുള്ള വടവൃക്ഷങ്ങളുടെ മധ്യത്തിൽ ഒരാശ്രമം നിർമ്മിക്കുന്നതിന് വേണ്ടി ലക്ഷ്മണൻ വൃക്ഷങ്ങൾ മുറിച്ചു തുടങ്ങി. ആ കൂട്ടത്തിൽ ഒരു കരിന്താളി മരവും ലക്ഷ്മണൻ മുറിച്ചു വീഴ്ത്തി. വീണ ഉടനെ ആ മരം അപ്രത്യക്ഷമായി. തൽസ്ഥാനത്ത് ശംഭുകുമാരന്റെ മൃതദേഹം കാണപ്പെട്ടു. ശംഭുകുമാരൻ ലക്ഷ്മണനാൽ വധിക്കപ്പെട്ടതിന് പിന്നിൽ ഒരു ശാപത്തിന്റെ കഥ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ബൃഹസ്പതിയുടെ പുത്രനായ കുശധ്വജൻ വേദാധ്യയനം ചെയ്യുമ്പോൾ വായിൽ നിന്നും ജനിച്ചവളായിരുന്നു ദേവവതി. അവൾ യൗവനയുക്തയായപ്പോൾ ശംഭുകുമാരൻ അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈ വിവാഹത്തെ കുശധ്വജൻ എതിർത്തു. ഇതിൽ പക പൂണ്ട ശംഭുകുമാരൻ രാത്രിയിൽ ആശ്രമത്തിലെത്തുകയും ഉറങ്ങിക്കിടന്ന കുശധ്വജനെ വധിക്കുകയും ചെയ്തു. ശബ്ദം കേട്ടുണർന്ന ദേവവതി കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പിതാവിനെയും വാളുമായി നിൽക്കുന്ന ശംഭുകുമാരനെയുമാണ്. കോപത്താൽ ദേവവതി ശംഭുകുമാരനെ ലക്ഷ്മണനാൽ വധിക്കപ്പെടട്ടെ എന്ന് ശപിച്ചു.